നമ്മുടെ നാട്ടിലെ പണ്ട് മുതലേ കണ്ടുവരുന്ന കുറെ പച്ചക്കറി കടകളുണ്ടല്ലോ, അവിടെയൊക്കെ ഇന്ന് സെയിൽ വളരെ കുറവാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ഈ വലിയ റോഡിലൂടെ വരുന്ന സമയത്ത് നമുക്കറിയാം, ഈ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് പച്ചക്കറി മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പച്ചക്കറികൾ മുഴുവൻ നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. മറ്റൊരു കാര്യം, വലിയൊരു പ്രൈസ് ലിസ്റ്റ് അവിടെ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് ഇങ്ങനെ ഇപ്പൊ 3 കിലോ തക്കാളിക്ക് 100 രൂപ, അല്ലെങ്കിൽ സബോളയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വാങ്ങിക്കുന്നത്. പക്ഷെ ഇത് സാധാരണ കടകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഈ പ്രൈസ് ഇങ്ങനെ ഷോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഇവിടെ റേറ്റ് കുറവായിരിക്കും എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും സർവീസും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 പോയിന്റാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആങ്കറിംഗ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൈസിനേക്കാൾ കുറച്ച് മുകളിലുള്ള ഒരു പ്രൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ആങ്കർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ കാണിക്കുമ്പോൾ ആൾക്ക് ഇത് കുറച്ച് റേറ്റ് കുറവാണല്ലോ എന്ന് തോന്നും. ഇപ്പൊ ഒരു ഫാബ്രിക്സിലേക്ക് ഒരാൾ പോവാണ്, അവിടെ കാണുന്നത് മുഴുവൻ 2000 രൂപയുടെ ചുരിദാറുകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിനിടയിലായിട്ട് ഒരെണ്ണം ഒരു 1500 രൂപയുടെ ചുരിദാർ കണ്ടു, ഏകദേശം ഇതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, 1500 സെലക്ട് ചെയ്ത് പോവാണ്. പക്ഷെ ആ വാങ്ങിക്കുന്ന ചുരിദാറിന് 1500 വാല്യൂ ഉണ്ടോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ അവർ അങ്ങനെ കൺവിൻസ് ആയി പോകുന്ന രീതിയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഇത് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് വെക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് ബണ്ടിൽ പ്രൈസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഈ പറഞ്ഞ സീസൺ അല്ലാത്ത ടൈമിൽ, ഓഫ് സീസൺ ആയിട്ടുള്ള ടൈമിൽ പ്രത്യേകിച്ച് അവർ ബണ്ടിൽ വെക്കും. അതായത് ഒരു ഹെയർ സ്പാ, അതുപോലെ തന്നെ ഒരു പെഡിക്യൂർ, മാനിക്യൂർ, ഫേഷ്യൽ, ഇതെല്ലാം കൂടിയിട്ട് ഒരു റേറ്റ് ആണ് പറയും. അപ്പോൾ അത് സെപ്പറേറ്റ് എടുക്കുന്നതിനേക്കാൾ വളരെ ലാഭമാണ് കസ്റ്റമർക്ക്. അപ്പോൾ അത് കാണുന്ന സമയത്ത് കസ്റ്റമർ എന്ത് ചെയ്യും, കുറേ പേര് അതിനകത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക് പറയുന്നത്. മൂന്നാമത്തെ ലിമിറ്റഡ് ടൈം ഓഫറാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറൊക്കെ കൊടുക്കാം, പക്ഷെ അതിന് ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ഈ 30-ാം തീയതിക്കുള്ളിൽ എടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ള ലെവലിൽ കൊടുക്കാൻ പറ്റും. ഇതും നമുക്ക് പ്രൈസ് നന്നായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ്. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിനും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.